2.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ തിളക്കമാർന്ന വിജയത്തോടെ എറണാകുളം നിലനിർത്തി UDF. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നതുവരെ എല്ലാ ഘട്ടത്തിലും ഹൈബി ഈഡനാണ് മുന്നിട്ട് നിന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞിട്ടും സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ 20,000 വോട്ടിന്റെ ലീഡ് നേടിയ ഹൈബി ഈഡൻ ഭൂരിപക്ഷം ക്രമമായി ഉയർത്തിക്കൊണ്ടിരുന്നു. LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ പ്രതീക്ഷിച്ച വോട്ടുകൾ പോലും നേടിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തിയ NDA 1,44,500 വോട്ടുകൾ നേടി. 1,69,053 എന്ന തന്റെ തന്നെ ഭൂരിപക്ഷം മറികടന്നാണ് ഹൈബി 2.5 ലക്ഷത്തിലധികം വോട്ട് നേടി പാർലമെന്റ് മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത്. 4,82,317 വോട്ടുകളാണ് ഹൈബിക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ 2,31,932 വോട്ടുകളാണ് നേടിയത്. BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,44,500 വോട്ടുകളും 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡി 39,808 വോട്ടുകളും നേടി. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടാനായത് UDFന് അഭിമാനകരമാണെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുമെന്നുള്ളത്. ഏതായാലും ജനങ്ങൾ ആ പ്രഖ്യാപനത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് പോകുന്ന പോളിംഗിൻ്റെ രീതി അനുസരിച്ച് എണ്ണുന്ന രീതി അനുസരിച്ച് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മുഴുവൻ എറണാകുളത്തെ വോട്ടർമാരോടും സഹപ്രവർത്തകരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. UDFന്റെ ഉറച്ച മണ്ഡലമെന്ന് വിലയിരുത്തപ്പെടുന്ന ചാലക്കുടിയിൽ ശക്തമായ പോരാട്ടമാണ് ഇക്കുറി നടന്നത്. ഇതിലൂടെ UDFന്റെ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക പാർട്ടിയായ 2020 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയതും നിർണായകമായി. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനാഥിനെയാണ് 60,000-ലധികം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച BDGS സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. ജനം, കൊച്ചി.